ദൈവനാമത്തിന് മഹത്വം. ദൈവം നമുക്ക് നൽകിയ അനേകം ദാനങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ട്. അവയ്ക്കെല്ലാം നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഇന്ന് നമ്മൾ 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പഠിക്കുകയാണ്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും, അതായത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ എല്ലായിടത്തും ജയോത്സവമായി, അതായത് നല്ലൊരു വിജയിക്കുന്ന ജീവിതം നടത്തുവാൻ, വിജയിക്കുന്ന ഒരു ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ഇവിടെ 2-ാം ഭാഗം പറയുന്നു, എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നത് വഴി, കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത്, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ പെരുമാറ്റം എങ്ങനെയുള്ളതായിരുന്നു, ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ക്രിസ്തുവിനെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അങ്ങനെ ആ അറിവിലൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ക്രിസ്തുവിൻ്റെ സുഗന്ധമാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇത് നമുക്ക് തന്ന ഈ ഒരു അനുഗ്രഹം, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തന്ന ദൈവത്തിന് നമ്മൾ എപ്പോഴും സ്തോത്രം പറയണം. കർത്താവിൽ പ്രിയരെ, അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വചനം നമ്മളെ 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെ യേശു ക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവമായി നടത്തുകയും, അതുപോലെ തന്നെ നമ്മളെക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.